ഹലോ ഫാമിലി, സാറയാണ്. ഞാൻ ഒരു 5-6 വർഷമായിട്ട് ഓൺലൈനിൽ തന്നെയാണ് ഒരു 99% സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ളതായിക്കോട്ടെ, എനിക്ക് പേഴ്സണലി ആവശ്യമുള്ളതായിക്കോട്ടെ, കുട്ടികളുടേത്, ഡോഗ്സിൻ്റേത് എല്ലാം ഞാൻ വാങ്ങിക്കുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം നിങ്ങളിപ്പോൾ ഈ ഓപ്പണിംഗ് വീഡിയോ കാണുന്നതെല്ലാം ഞാൻ സാധാരണ വാങ്ങിക്കുന്ന കുറേ പേജുകളും അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്ന പർച്ചേസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഈ ഓർണമെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ തന്നെ എല്ലാ ഓർണമെൻറ്റ്സ് ഇതിൽ കാണിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സും 1000 രൂപയിൽ താഴെയുള്ളതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർണമെൻറ്റ്സ് എല്ലാം നമ്മൾ എനിക്ക് തോന്നുന്നത് ഗോൾഡ് മാറിയേക്കും, മഞ്ഞ കളർ പോലത്തെ ആ ഒരു ലോക്കൽ ലുക്കേ അല്ല, അത്രയും പ്രീമിയം ക്ലാസ് ആണ്. ഞാൻ ആ വള കാണിച്ചതിനൊക്കെ എനിക്ക് തോന്നുന്നു 200 സംതിങ് എങ്ങാണ്ട് ഉള്ളൂ അതിന്. പിന്നെ മീഷോ എന്ന് പറയുന്ന ആപ്പ് മുമ്പ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിച്ച് ഞാൻ മേടിക്കാത്തൊരു ആപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ മിക്ക സാരീസും ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. 500 സംതിങ്ങിൻ്റെ, 400 സംതിങ്ങിൻ്റെ, 300 സംതിങ്ങിൻ്റെ ഒക്കെ സാരീസാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഒന്നും 500-ന് മേളിലുള്ളത്, ഏകദേശം 600-ന് മേലെയുള്ള ഒരു സാരി ഞാനിതിൽ കാണിക്കുന്നില്ല. പിന്നെ അവരുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിച്ച ബാഗൊക്കെയാണിത്. ഇത് നമുക്ക് എന്തെങ്കിലും ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ നനഞ്ഞ കുടയൊക്കെ വെക്കാനോ എല്ലാം യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാം അടിപൊളി പർച്ചേസാണ്, ലാഭവുമാണ്. 100 ചില്ലാൻ രൂപയ്ക്ക് ഉള്ളു ആ മിഞ്ചിയൊക്കെ ഞാൻ വാങ്ങിച്ചത്. മിഞ്ചി എന്ന് പറഞ്ഞാൽ കാലിടുന്നതാണ്. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കുറേ പേജസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് മീഷോ നല്ലതാണ്, ആമസോൺ നല്ലതാണ്, ഫ്ലിപ്കാർട്ട് നല്ലതാണ്, മിന്ത്ര നല്ലതാണ്. അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റയിൽ കുറച്ച് ബോട്ടിക്സുകളുണ്ട്. ഇപ്പോൾ സിദ്ധ സ്റ്റോർ, നിങ്ങൾക്ക് ഒരു വളയും മാല അങ്ങനത്തെയൊക്കെ ജ്വല്ലറികളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ചിങ്കാരി കളക്ഷൻസ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാം. ഒരുപാട് വർഷമായിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ് അവിടുത്തെ നിന്ന്. പിന്നെ അതുകൂടാതെ ഇഹ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിക് ഉണ്ട്, ആലപ്പിയാണ്. അവരൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മെറ്റീരിയലിനെ കുറിച്ച് വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ച് കാണുക. നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ആണോ, മെറ്റീരിയൽ സെൻസ് നമുക്ക് ആദ്യം വേണം. ഒരു മെറ്റീരിയലിനെ കുറിച്ച് മിനിമം ബേസിക് നോളജ് നമുക്ക് വേണം. പിന്നെ അവർക്കൊരു ക്വാളിറ്റി ഉള്ളത് എനിക്ക് തോന്നിയിരിക്കുന്നു. 25 ദിവസമാണ് അവർ ഡെസ്പാച്ചിങ് ഡേറ്റ് പറഞ്ഞാൽ ആ 25 ദിവസം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ക്വാളിറ്റിയാണ്. അതേസമയം ഫാത്തീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആലപ്പുഴയിൽ തന്നെ ഉണ്ട്. അവർ നല്ല ഐറ്റംസ് ആണ്. പക്ഷേ 30 ദിവസം എന്ന് പറഞ്ഞാൽ 60 ദിവസം 90 ദിവസം അത് ഈ സാധനം കിട്ടില്ല. ഞാൻ പോലീസ് കേസ് വരെ കൊടുത്തിട്ടുണ്ട് ഫാത്തീസിൽ നിന്ന്. കാരണം നമുക്ക് അവരെ കമൻസ് എല്ലാം ഓഫായിരിക്കും, കോൺടാക്ട് ചെയ്താൽ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഇഹയിൽ അങ്ങനെയല്ല, കമൻസ് എല്ലാം ഓപ്പൺ ആണ്, നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ഞാൻ ഇപ്പോഴായി പിന്നെ ഉടുക്കുന്ന സാരീസ് എല്ലാം ഞാൻ മേടിക്കുന്നത് ഡയാനയുടെ ഷോപ്പിൽ നിന്നാണ്. അത് നക്കായി എന്നാണ് ശരിക്കും പറയുന്നത്, NAKAI. അവരുടെ ഷോപ്പിൽ നിന്നാണ് കോട്ടൺ സാരീസ്. ഒരുപാട് സാരീസൊന്നും അവർ കൊണ്ടുവന്ന് വെക്കാറില്ല. നമുക്ക് എന്ത് മന്നത്തരം വേണമെങ്കിലും ചോദിക്കാം. ചേച്ചി ഈ സാരി ഉടുത്ത് എനിക്ക് വണ്ണം തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും, എങ്ങനെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞു തരും. കാരണം എനിക്ക് അത്രയ്ക്ക് സിമ്പിളായിട്ട് പുള്ളിക്കാരിനെ തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കും ഇഷ്ടം സാരി നന്നായിട്ട് ഉടുക്കുന്നതാണ് പുള്ളിക്കാരി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 5-6 സാരീസ് എങ്കിലും മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഓർണമെൻറ്റ്സ് ഉണ്ട്. അതായത് കൂടുതലും കോട്ടൺ സാരിയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ് ആണ് കൂടുതലുള്ളത് അവരുടെ അടുത്ത്. അതുകൂടാതെ കുട്ടികളുടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്രൈ ട്രൈ ചെയ്യാം, ഹോപ്പ് കോച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് ഓൺലൈൻ സാധനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് അവിടെ സ്റ്റാർ റേറ്റിംഗ് ഉണ്ടാവും. സ്റ്റാർ കണ്ടിട്ടില്ലേ, ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മേളിലായിട്ട് സ്റ്റാർ കാണാം. അത് 3, 4, 5 അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ കിട്ടും. ആ റിവ്യൂ അറ്റ്ലീസ്റ്റ് നമ്മൾ വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒറിജിനൽ ഫോട്ടോസ് അതിൽ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു മെറ്റീരിയൽ ആണോ എന്നുള്ളത് നമുക്ക് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ സമയമെടുത്ത് വേണം ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട്. ഇപ്പോൾ ചെരുപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷേ റേറ്റിംഗ് കുറവായിരിക്കും. ഞാൻ കൂടുതൽ ജൂത്തീസ് ടൈപ്പാണ് ഉപയോഗിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ 500 സംതിങ് ഉള്ളൂ. പക്ഷേ ഞാനിത് വാങ്ങിച്ചിട്ട് ഞാൻ റീസ്റ്റിച്ച് ചെയ്യും. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200, 300 സംതിങ്ങിൻ്റെയൊക്കെ ചെരുപ്പൊക്കെ വാങ്ങിക്കാം. മിന്ത്രയിൽ നിന്നാണ് ഞാൻ കൂടുതൽ ഷൂസൊക്കെ വാങ്ങിക്കുന്നത്. നമുക്ക് റീസ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം ഉപയോഗിക്കാമോ. അപ്പോൾ നമ്മൾ ഈ ചെരുപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ ഒരു കാലിൻ്റെ ഒരു സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. അതിൽ ചാർട്ട് ഉണ്ടാവും, സൈസ് ചാർട്ടിൽ പോയിട്ട് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കുക, മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കുക. അതിൽ റിവ്യൂവിൽ തന്നെ ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസ്
ചിലർ റിവ്യൂ ആയിട്ട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ബോട്ടിക്കുകളിലെ കമൻറ്റ് ഓഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ കമൻസിൽ ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയില്ല, സെയിം അല്ല കിട്ടിയത് എന്നൊക്കെ ഒരു കമൻറ്റ് കാണുവാണെങ്കിൽ നിങ്ങളോട് ഞാൻ ആ റിസ്ക് എടുക്കാൻ പറയത്തില്ല. നമ്മൾ ഇൻസ്റ്റയിൽ FBയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ക്ലിക്ക് ചെയ്യും, അത് പറ്റിക്കപ്പെടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ആമസോൺ പോലത്തെ ആണെങ്കിലും മറ്റുള്ള ആപ്പ് വഴിയാണെങ്കിലും, ഇപ്പോൾ ടാറ്റ ക്ലിക്കൊക്കെ നല്ല ഇതാണ് കേട്ടോ, ജീൻസും ടോപ്പൊക്കെ എടുക്കാൻ പറ്റിയൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ പോളിസി നോക്കണം. റിട്ടേൺ ഇല്ലാത്ത ഒരു ഐറ്റവും നിങ്ങൾ എടുക്കരുത്. ഞാൻ പറയുന്നത് ഈ ആപ്പുകളെ കുറിച്ചാണ്. അല്ലാതെ ഇൻസ്റ്റാ പേജുകളിൽ നമ്മൾ ബോട്ടിക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കമൻസ് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. കമൻസ് ഓഫായിട്ടുള്ള ഒരു പേജും നിങ്ങൾ എടുക്കണ്ടെന്ന് തന്നെ പറയത്തുള്ളൂ. ഇത് തന്നെ അക്കയുടെ സാരിയാണ് കേട്ടോ, 1000 രൂപയേ ഉള്ളൂ. എന്താ ക്വാളിറ്റി എന്നറിയോ? ഞാനിത് ഉടുക്കാട്ടോ, കൊടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാവേ. നമ്മൾ കോട്ടൺ സാരി ഉടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ വിത്ത് ബ്ലൗസ് അങ്ങ് ഒഴിവാക്കിയാൽ എന്ത് സ്റ്റാൻഡേർഡ് കിട്ടുന്നു, ഒരു 3000 റേഞ്ചെങ്കിലും ഈ സാരിക്ക് തോന്നും. 999 ഉള്ളൂ. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ ഓർണമെൻറ്റ്സ് ഉണ്ട്. ഈ ഓർണമെൻറ്റ്സിനൊക്കെ വളരെ ചീപ്പ് റേറ്റാണ്. ചീപ്പ് റേറ്റ് ആണെന്ന് പറയുന്നത് തന്നെയല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങളിത് വാങ്ങിയിട്ട് നല്ലതല്ല ചേച്ചി, കൊള്ളൂലായിരുന്നു, ചേച്ചി പറഞ്ഞ പേജിൽ നിന്ന് ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇത്രയും വർഷമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പേജാണ്. ഇവരുടെ അടുത്തുനിന്ന് ആരുടെ അടുത്തുനിന്ന് ഞാൻ ഫ്രീ അല്ലട്ടോ വാങ്ങിച്ചിരിക്കുന്നത്, എല്ലാത്തിനും ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ആഷിമ ബോട്ടിക്ക് ഉണ്ട് കേട്ടോ, ആഷിമ പനമ്പള്ളി നഗറിലുള്ളതാണ്. അതിൽ കുറഞ്ഞതും പ്രീമിയം ക്ലാസ്സും ഉണ്ട്. പ്രീമിയം ക്ലാസ് എന്ന് പറയുന്നത് ഞാനൊരു മൊഡാൾ സിൽക്ക് അല്ലാതെ ഒരു 5000 മേളിലേക്ക് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ കൂടുതലും ഇപ്പോൾ എപ്പോഴും എനിക്ക് സാരീസ് ഉപയോഗിക്കേണ്ടത് 5000 മേളിലേക്ക് ഞാൻ അധികം വാങ്ങിക്കാറില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു വലിയൊരു റിച്ച് ആയിട്ടുള്ളൊരു കല്യാണത്തിന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആഷിമ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെയിം ടൈം അവിടെ 1000 മുതലുള്ള സാരീസ് ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് പീസസ് ഒന്നുമില്ല, കുറച്ച് പീസസ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ മൂൺ ഗോഡസ്, നിങ്ങൾക്കറിയാലോ മൂൺ ഗോഡസ് എന്ന് പറയുന്നത് അവരുടെ 60 ദിവസമോ 90 ദിവസവും കണ്ട് അവനൊരു പ്രൊഡക്റ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കിട്ടുന്നത്. ഞാൻ ഒറ്റ പ്രൊഡക്റ്റ് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളൂ. ആ സാധനം അവർ പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം എനിക്ക് കിട്ടിയത് ഒറ്റ തവണ. എനിക്കൊന്ന് 2-3 വർഷം മുമ്പ് ആ ഒരു പീസ്, എന്തോ ഒരു ചുരിദാർ പീസ് മേടിച്ചു. അത് ഞാൻ മറന്നു തുടങ്ങിയപ്പോഴെനിക്ക് എനിക്ക് വീട്ടിലെത്തിയത് തന്നെ. എനിക്ക് തോന്നുന്നൊരു 3-4 മാസം എടുത്തു. അതുകൊണ്ട് മൂൺ ഗോഡസ് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അത് എനിക്ക് പണി കിട്ടിയതാണ് കേട്ടോ ഞാൻ ഈ എടുത്ത് പറയുന്നത്. പിന്നെ ഇപ്പോൾ വരുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമുക്കിപ്പോൾ ഈ ഓണം സെലിബ്രേഷൻ അല്ല ഒരു കല്യാണമൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഗോൾഡൊക്കെ വളരെ കുറവല്ല എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ അഡോർ ബൈ പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നല്ലതാണ് കേട്ടോ. അവരുടെ പേജിൽ ഈ കാണിക്കുന്ന ഓർണമെൻറ്റ്സ് 400 സംതിങ് ഒക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുക്കുന്ന സാരികൾ മിക്കതും മീഷോ എന്നുള്ളതാണ്. മീഷോയിൽ 400 ചില്ലാനം 500 ചില്ലാനം. മീഷോയിൽ ഇപ്പോഴത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റിവ്യൂവിൽ ഫോട്ടോസ് കാണാം. 300-400 സാരികൾ നമ്മൾ ചില ബോട്ടിക്കുകളിൽ അവർ 3 ഇരട്ടി കൂട്ടിയിട്ട് വിൽക്കണ്ടാവും. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. റീസെല്ലേഴ്സ് ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ നമ്മളിടയ്ക്ക് അവരുടെ അടുത്തുനിന്ന് മേടിക്കണം. പേഴ്സണലി എനിക്ക് ഇതൊക്കെ മീഷോയിൽ കിട്ടുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ നക്ക അതുപോലെ മറ്റേ രഞ്ജൂസ് വാർഡ്രോബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ അടുത്ത് നിന്നൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. സെയിം ടൈം നമുക്ക് ആപ്പിൽ ഭയങ്കര വില കുറച്ച് കിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഇത്. അപ്പോൾ നമ്മൾ ചാടിക്കേറി അങ്ങ് പോയി ഓൺലൈൻ സാധനം മേടിക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് അതെല്ലാം വായിച്ച് നോക്കി റിട്ടേൺ പോളിസി ഉറപ്പ് വരുത്തണം. റിട്ടേൺ ഉണ്ടാവണം. കമൻസിൽ ഒരു നെഗറ്റീവ് കമൻറ്റെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ വഴിക്ക് പോവേ വേണ്ട. അപ്പോൾ ഞാൻ എൻ്റെ വീട് പണിതിട്ടില്ലേ, വീട് പണിതയിൽ 99% സാധനങ്ങളും വീട്ടിൽ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിരിക്കുന്നത് ഓൺലൈനാണ്. ഞാൻ ഈ ഓൺലൈൻ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സമയലാഭം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുക, കുറേ കഷ്ടപ്പെട്ടു പോകും നമ്മൾ. പക്ഷേ ഓൺലൈനിൽ നമ്മൾ കുറച്ചേരം ഇരുന്നാൽ മതി. ഇപ്പോൾ ഈ സാരിയൊക്കെ നോക്കിയേ, വെറും 400 ചില്ലാനം രൂപയുള്ള ഈ സാരിക്ക്. ഇതിൻ്റെ വേറൊരു ബോർഡറിൻ്റെയൊക്കെ ഞാൻ പിക്ചറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇപ്പോൾ ഈ സാരി ഒരു മിക്സിംഗ് ആണ്, കോട്ടൺ മിക്സിംഗ് ആണ്. ഇതിനും 400 ചില്ലാനുള്ളൂ. പക്ഷേ ഫോട്ടോസിലൊക്കെ നല്ലതായിരിക്കും. നമ്മൾ സ്റ്റൈൽ ചെയ്യണ പോലെ ഇരിക്കും ഇതിൻ്റെ ഭംഗിയൊക്കെ. നമ്മൾ അതിൻ്റേത് ഭംഗിക്ക് ബ്ലൗസൊക്കെ തയ്ച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് അങ്ങ് മാറും. 2000 രൂപ 3000 രൂപയൊക്കെ തോന്നും. പിന്നെ നമ്മളെ കുട്ടി കുറുമ്പന്മാർക്കൊക്കെ ഫുൾ പാവടയും ബ്ലൗസൊക്കെ തയ്ക്കാൻ നിങ്ങൾ മീറ്ററിന് എത്ര രൂപ കൊടുത്ത് എടുക്കുന്നത്? ഞാനൊക്കെ അന്നക്കുട്ടിക്കൊക്കെ എടുത്തിട്ട് 3000 രൂപയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പട്ടുസാരി നിങ്ങൾ നോക്കുക, നമ്മുടെ മീഷോയിൽ പട്ടുസാരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപയ്ക്കൊക്കെ 5.5 മീറ്റർ പട്ടുസാരി കിട്ടും.
ഈ ഒരൊറ്റ സാരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 പിള്ളേർക്ക്, ചെറിയ കുട്ടികൾക്ക് 2 പേർക്ക് ഫുൾ പാഡം ബ്ലൗസൊക്കെ തയ്ക്കാൻ പറ്റും. ഈ സാരിക്കൊക്കെ 400 ചില്ലാൻ രൂപയുള്ളൂ. ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സാരിയൊക്കെ നമുക്ക് കല്യാണത്തിന് കൊടുക്കാം. പക്ഷേ നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ബ്ലൗസ് എടുക്കുമ്പോൾ ബ്ലൗസിൽ കുറച്ച് പൈസ മുടക്കി നല്ല വർക്കൊക്കെ ചെയ്തെടുക്കുക. ഇതിന് 300 ചില്ലാൻ രൂപയുള്ളൂ. ആ ഹാർട്ട് എല്ലാം വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. കുറച്ച് പേജുകളുടെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പോൾ വിചാരിക്കുന്ന പോലെ സാരിയും ജ്വല്ലറിയും മാത്രമല്ല, നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കേണ്ട സകല സാധനങ്ങൾ, ഉപ്പും മുതൽ കർപ്പൂരം വരെ നമുക്ക് ഓൺലൈനിൽ ഇച്ചിരി സമയം ഒന്ന് ശ്രദ്ധയും കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലാഭത്തിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ ചെറിയൊരു 10 മിനിറ്റ് കൊണ്ടൊന്നും തീരുന്നതല്ല. ഞാൻ വളരെ ചുരുക്കിയാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാൽ ഞാൻ സമയം പോലെയൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന പേജുകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെയാണ്, ആപ്പുകളുടെ സ്ക്രീൻഷോട്ടുകളുമാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ കാണാം.